നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. വെള്ളൂരിൽ എയിംസ് ജൂൺ 3 ഹൈക്കോടതി വാദം കേൾക്കും. കോട്ടയം ജില്ലയിലെ മേവെള്ളൂരിൽ എയിംസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം സമർപ്പിച്ച ഹർജിയിലെ വാദമാണ് ഹൈക്കോടതി ജൂൺ 3 കേൾക്കുന്നത്. വേണ്ടത്ര സ്ഥലവും സൗകര്യങ്ങളും മേവെള്ളൂരിൽ കേരള സർക്കാരിന്റെ കൈവശമിരിക്കുമ്പോൾ ആ പ്രദേശം തഴഞ്ഞ് മറ്റ് സ്ഥലങ്ങളെ പരിഗണിക്കുന്നതിന് എതിരെയാണ് ഹർജി. ഉന്നത മെഡിക്കൽ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമാനുസൃതം അനുവദിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ 2014 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ 4 സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരുവനന്തപുരം ഓപ്പൺ ജയിൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, കളമശ്ശേരി HMD, കിനാലൂർ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവയാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിർദ്ദേശിച്ചത്. കാലാന്തരത്തിൽ മാറ്റങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇവിടം എയിംസിനായി ഉപയോഗിക്കാം എന്നതായിരുന്നു മന്ത്രിസഭ അന്നത്തെ തീരുമാനം. എന്നാൽ ഓപ്പൺ ജയിൽ വക സ്ഥലം കൃഷിഭൂമിയും ഒരു വശം വനവുമാണ്. കോട്ടയത്തും കളമശ്ശേരിയിലും മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കിനാലൂരിൽ സ്ഥലം തികഞ്ഞിട്ടില്ല. ഒരു വശം വനം, അവിടെ കേന്ദ്ര നിഷ്കർഷ പ്രകാരമുള്ള സൗകര്യങ്ങളില്ല. കേന്ദ്രം നിഷ്കർഷിച്ച സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണെന്നാണ് അറിവ്. 10 വർഷമായി എയിംസ് എന്ന സ്വപ്നം ഇഴഞ്ഞു നീങ്ങുകയാണ്. 2014 മേവെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വക 700 ഏക്കർ സ്ഥലം കേരള സർക്കാരിന് ലഭിച്ചിരുന്നില്ല. 2020-21 ഈ സ്ഥലം കേരള സർക്കാരിന് ലഭ്യമായത്. അതുകൊണ്ട് മേവെള്ളൂരിലെ എയിംസിനായുള്ള ലിസ്റ്റിൽപ്പെടുത്താൻ കഴിയാതെ പോയതിൽ ഉമ്മൻചാണ്ടി പിന്നീട് പരിതപിക്കുകയുണ്ടായി. കോട്ടയം ജില്ലയിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളോട് തൊട്ടുരുമി കിടക്കുന്ന മേവെള്ളൂരിൽ നിന്നും കോട്ടയത്തിനും കൊച്ചിക്കും തുല്യ ദൂരമാണ്. പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ഭൂവിഭാഗം വെള്ളൂർ, മുളക്കുളം പഞ്ചായത്തുകളിലാണ്. ഏതാണ്ട് മധ്യ കേരളത്തിലുമാണ് ഈ സ്ഥലം. മൂവാറ്റുപുഴയാർ അതിർത്തി പങ്കിടുന്നതിനാൽ ജലഗതാഗതം സാധ്യം. വാട്ടർ സപ്ലൈ സ്കീം, KSEB 110 kV സബ്സ്റ്റേഷൻ ഇവ നിലവിലുണ്ട്. വൻ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KPPL-ഉം ഭൂമി തട്ടിപ്പ് ലക്ഷ്യമാക്കി തുടങ്ങുന്ന KRL-ഉം കഴിഞ്ഞ് പകുതിയിലധികം സ്ഥലം ബാക്കി വെറുതെ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ എയിംസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാൽ വികസനം വൈക്കം, കടുത്തുരുത്തി, പിറവം, തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലങ്ങൾക്കാകും എന്നതും മറ്റൊരു സത്യമാണ്. ഭൂമി അക്വയർ ചെയ്യാതെ, കുടിയൊഴിപ്പിക്കാതെ കേന്ദ്രം നിഷ്കർഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം മൊത്തം ലഭ്യമായ ഈ സ്ഥലത്ത് 200 ഏക്കർ വിട്ടുകൊടുത്താൽ കേരളത്തിൽ എയിംസ് എന്ന സ്വപ്ന പദ്ധതി തടസ്സമില്ലാതെ നടപ്പിൽ വരും. റെയിൽ, റോഡ്, ബോട്ട്, എയർ ആംബുലൻസ് സർവീസുകൾക്കും സൗകര്യമാണ്. ഇത്രയും ഇണങ്ങിയ മറ്റൊരിടം ഇന്ന് കേരള സർക്കാരിന് കണ്ടെത്താനാവില്ല. കോർപ്പറേറ്റ് ആശുപത്രി ഉടമകളെയും ഭൂമാഫിയകളെയും സർക്കാർ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് കിനാലൂരിന് വേണ്ടി വാശി പിടിക്കുന്നതും വെള്ളൂർ ലിസ്റ്റിൽപ്പെടാത്തതും എന്നതാണ് ശരിയായ സത്യം. അതിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികൾ സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കോട്ടയത്തെ ഒരു പ്രമുഖ ആശുപത്രിയാണ് ഇതിന് മുൻപന്തിയിൽ എന്നതുമാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും തെളിവുകൾ സഹിതം ലഭിക്കുന്ന റിപ്പോർട്ട്. വർഗീയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. വെള്ളൂരിൽ സ്ഥലം കിട്ടിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എയിംസിന്റെ ഉദ്ഘാടനം നടത്താമായിരുന്നു. കേരളത്തിന്റെ ഈ ദുർവിധി മാറ്റിയെടുക്കണം. ഈ അനീതിക്കെതിരെയാണ് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര നിഷ്കർഷകൾ വളരെ കൃത്യമായി പാലിച്ചു വേണം സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനെന്നും കേന്ദ്രത്തിന്റെ അന്തിമ തീരുമാനമാകാതെ കിനാലൂരിൽ ഇതിനായി സംസ്ഥാന സർക്കാർ ഖജനാവിലെ പണം ചെലവാക്കരുതെന്നും നിർദ്ദേശിച്ചു. എന്നാൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ വരികയാൽ കോടതി അവധി കഴിഞ്ഞ് ജൂൺ 3 മാറ്റിയിരിക്കുന്നത്. ഇച്ഛാശക്തിയുള്ള ജനതയും രാഷ്ട്രീയ നേതൃത്വവും ഒരുമിട്ടിറങ്ങിയാൽ എയിംസ് വെള്ളൂരിലെത്തിക്കാൻ നമുക്കാകും. നമസ്കാരം.